ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ ഹിസ്റ്ററി പേപ്പറിൽ തേർഡ് ബ്ലോക്കിലെ 5ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അപ്പോൾ അതേപോലെ തന്നെ പറയുകയാണ്, എന്നും പറയുന്ന പോലെ പറയുകയാണ്, പെയ്ഡ് നോട്ട്സ് ഉണ്ട്. BA മലയാളം, BA സോഷ്യോളജി, BA ഹിസ്റ്ററി, ഇതിൻ്റെയൊക്കെ പെയ്ഡ് നോട്ട്സ്, മലയാളം നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പിൽ വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മൂന്നാമത്തെ ബ്ലോക്കിലെ 5ാമത്തെ യൂണിറ്റ് റൈസ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം, ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും ഉയർച്ച, അതിനെക്കുറിച്ചാണ്, രണ്ട് മതങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശദമായിട്ട് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് മേജർ കോസസ് ഫോർ ദ റൈസ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം, ബുദ്ധ ജൈന മതങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങളാണ്. ഇപ്പോൾ വർണ്ണാശ്രമ ധർമ്മം നമുക്കറിയാം, 4 ആശ്രമങ്ങൾ, 4 വർണ്ണങ്ങൾ, ഏതൊക്കെ? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇതിങ്ങനെ ശക്തമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് BC 6ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം എന്നൊക്കെ പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഏത് മതങ്ങൾ ഉയർന്നു വരുന്നതും, ബുദ്ധ ജൈന മതങ്ങൾ ഉയർന്നു വരുന്നത്. അപ്പോൾ വിവിധ പദവികളിൽ നിന്ന് ബ്രാഹ്മണർ, ക്ഷത്രിയരെ മാറ്റി നിർത്തിയിട്ട് ആ സ്ഥാനത്തേക്ക് ആര് വരാനുള്ളൊരു ശ്രമം നടത്താണ്? ബ്രാഹ്മണർ വരാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇത് പുതിയ മതങ്ങളുടെ ഉദയത്തിനൊരു കാരണമായി. കാരണം ആ 2 പുതിയ മതങ്ങൾ എന്തല്ല, ആ 2 മതങ്ങളും ഒരിക്കലും ഒരാളെ ഉന്നത സ്ഥാനത്തും അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ഉന്നത സ്ഥാനത്തും ഒരു വിഭാഗത്തെ താഴ്ന്ന സ്ഥാനത്തും കാണുന്ന മതങ്ങളല്ല. എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന് കാണിക്കുന്ന മതങ്ങളായിരുന്നു അത്. അതുപോലെ ജൈനമതം സ്ഥാപിച്ച വർദ്ധമാന മഹാവീരനും ബുദ്ധമതം സ്ഥാപിച്ച ഗൗതമ ബുദ്ധനും ആരാണ്? ക്ഷത്രിയ വംശത്തിൽപ്പെട്ട ആളുകളാണ്. ഇരുവരും ബ്രാഹ്മണരുടെ അധികാരത്തെ എതിർക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വശം അതാണ്, അതായത് ഈ 2 മതങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള ഒരു കാരണമായിട്ട് നമുക്കതിനെ കാണാം. അതുപോലെ വടക്കിഴക്കൻ ഇന്ത്യയിൽ ഒരു പുതിയ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ വ്യാപനം BC 6ാം നൂറ്റാണ്ടിലുണ്ടായി. ഈ പ്രദേശങ്ങൾ കോളനിവൽക്കരിക്കപ്പെടുന്നതിന് മുമ്പ് ഉയർന്ന, അതായത് നല്ല ഇടതൂർന്ന വനങ്ങളായിരുന്നു. അപ്പോൾ അവിടങ്ങളിൽ വനങ്ങൾ വെട്ടിമാറ്റി കൃഷി ചെയ്യണമെങ്കിൽ ഇരുമ്പ്, അതിൻ്റെ ഉപകരണങ്ങൾ അത്യാവശ്യമായിട്ട് വന്നു. അപ്പോൾ അതെന്താണ്? കൃഷിക്കൊപ്പം അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി അവിടെ നടന്നു. അങ്ങനെ ഇവർ പുതിയ ഇരുമ്പിൻ്റെ ഇരുമ്പ് ഉപയോഗിച്ച് അവിടെ എന്ത് ചെയ്യാം, സഹായമില്ലാതെ എളുപ്പത്തിൽ അത് വൃത്തിയാക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ഇത് കൃഷിക്കൊപ്പം അതിൻ്റെ അനുബന്ധ പ്രവർത്തനം, അതായത് അത് വെട്ടിമാറ്റി കൃഷി ചെയ്യുന്നതിന് പകരം അതിനോടനുബന്ധമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് ആളുകൾ നീങ്ങാൻ തുടങ്ങി. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ ആര് പ്രോത്സാഹിപ്പിച്ചിരുന്നു? പുതിയ മതങ്ങൾ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പോൾ അതും എന്താണ്? മതത്തിൻ്റെ വ്യാപനത്തിനൊരു കാരണമായി. 2 കാരണങ്ങളായി. ഇനി ഉത്തരേന്ത്യയിൽ യാഗത്തിനും അതുപോലെ ഭക്ഷണത്തിനുമായിട്ട് മൃഗങ്ങളെ കൊന്നൊടുക്കിയിരുന്നു. ഇത് കന്നുകാലികളുടെ എണ്ണം കുറയുന്നതിനും അതിലൂടെ കന്നുകാലി സമ്പത്തിൽ ഇടിവുണ്ടാകുന്നതിന്, തകർച്ച ഉണ്ടാകുന്നതിനും കാരണമായി. ഇതും അഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന മതങ്ങളായ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ പുരോഗതിക്ക് കാരണമായി. പിന്നെ BC 500ഓടെ പല പുതിയ നഗരങ്ങളും വ്യാപാര പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് വികാസം പ്രാപിച്ചിരുന്നു. ബുദ്ധനും മഹാവീരനും ഈ നഗരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരുന്നു. ഇവിടങ്ങളിൽ നിന്ന് ബിസിനസ്സിലൂടെ ധാരാളം സമ്പത്ത് സ്വരൂപിച്ച വൈശ്യർ ഈ മേഖലകളെ വാണിജ്യ വ്യാപാര കേന്ദ്രങ്ങളാക്കിയിട്ട് മാറ്റി. മറ്റൊരു കാരണം ഹിന്ദുമതത്തിലെ വിവേചനമാണ്. സമൂഹത്തിൽ ഉന്നതരും താഴ്ന്നവരും എന്നുള്ള വർഗീകരണത്തിൽ നിന്ന് ഒരു മാറ്റം ജനങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് BC 6ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. ആ സമയത്താണ് എല്ലാ വിഭാഗങ്ങളെയും തുല്യരായി കാണുന്ന ബുദ്ധ ജൈന മതങ്ങളുടെ പ്രചാരം നടക്കുന്നത്. ജനങ്ങൾ അതിൽ ആകൃഷ്ടരാവുകയും മതം സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അപ്പോൾ ഇതും എന്താണ്? ബുദ്ധജൈന മതങ്ങളുടെ ഉദയത്തിലേക്ക് നയിച്ചു. ബുദ്ധജൈന സന്യാസിമാരോട് ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ഉപേക്ഷിക്കുക, അത് ജീവിതത്തിലുള്ള, അതായത് നമ്മളെ ബാഹ്യ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. സ്വർണവും വെള്ളിയും തൊടാൻ അനുവദിച്ചില്ല. അതുപോലെ ശരീരത്തെയും ആത്മാവിനെയും ഒരുമിച്ച് നിർത്താൻ പ്രാപ്തരായത്ര മാത്രം അവരുടെ രക്ഷാധികാരികളിൽ നിന്ന് സ്വീകരിക്കാൻ അവർക്ക് അനുവാദം കൊടുത്തിട്ടുള്ളൂ. അതായത് നമ്മുടെ ശരീരവും ആത്മാവും നിലനിർത്തണമെങ്കിൽ നമുക്ക് എന്താണോ ആവശ്യം അത് മാത്രമേ സമ്പാദിക്കാവൂ, അത് മാത്രമേ കൈവശം വെക്കാവൂ എന്നാണ് അതിൻ്റെ സന്യാസിമാരെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ വളരെ ലളിതമായ ജീവിതം നയിക്കാൻ ആവശ്യപ്പെടുന്ന 2 മതങ്ങളായിരുന്നു ബുദ്ധമതവും ജൈനമതവും. അപ്പോൾ അതും ജനങ്ങളെ അതിലേക്ക് അതായത് ഒന്നുമില്ലാത്തവർ, കൂടുതൽ ആളുകൾ അതിലേക്ക് ആകർഷ്ടരാകുന്നതിന് കാരണം. ഇതൊക്കെയാണ് ഇതിൻ്റെ വളർച്ചയ്ക്കുള്ള കാരണങ്ങൾ. ഇനി നമ്മൾ 2 മതങ്ങളെ വ്യത്യസ്തമായിട്ട് പഠിക്കുകയാണ്. ആദ്യം ജൈനമതത്തെ പഠിക്കുകയാണ്. സ്പ്രെഡ് ഓഫ് ജൈനിസം, ജൈനമതത്തിൻ്റെ വ്യാപനം. ജൈനമതം ഒരേ സമയം ലാളിത്യവും ആദരവും ഭക്തിയും പ്രചരിപ്പിച്ചിട്ടുണ്ട്. വർദ്ധമാന മഹാവീരനെ ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരനായിട്ടാണ്, തീർത്ഥങ്കരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഷയിൽ പ്രവാചകൻ എന്നൊക്കെ പറയാം,
പുരോഹിതൻ, അങ്ങനെ ആ മതത്തെ പ്രചരിപ്പിക്കുന്നതിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾ കേട്ടോ. അങ്ങനെയുള്ള ആളായിട്ടാണ് തീർത്ഥങ്കരനായിട്ട് 24ാമത്തെ തീർത്ഥങ്കരനായിട്ടാണ് കണക്കാക്കുന്നത്. അദ്ദേഹത്തിന് മുമ്പ് ജൈനമതത്തിൽ അത്തരത്തിലുള്ള 23 തീർത്ഥങ്കരന്മാരപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെ അതിൽ ഫസ്റ്റ് തീർത്ഥങ്കരനായിരുന്നു ആര്? ഋഷഭദേവൻ. ആരാണ്? ഋഷഭദേവൻ. 23ാമത്തെ തീർത്ഥങ്കരനായിട്ട് പറയുന്നത് പാർശ്വനാഥനെ കേട്ടോ. അപ്പോൾ ഈ ഇവരെന്താണ്, വർത്തമാന മഹാവീരന് സ്വാധീനമുള്ള തീർത്ഥങ്കരന്മാർ എന്താണ്, തുടക്കത്തിൽ ഉത്തർപ്രദേശിലും ബീഹാറിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ മാത്രമേ അതങ്ങനെ വ്യാപിച്ചു. വർദ്ധമാനൻ്റെ തൊട്ട് പിൻഗാമിയായിരുന്ന പാർശ്വനാഥൻ ബീഹാറിലാണ് എന്ത് ചെയ്ത് സമാധി മരണമടഞ്ഞു. അപ്പോൾ ബീഹാറും ആ മതത്തിൻ്റെ പേരിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണം അവിടെ ആയതുകൊണ്ട് അതിൻ്റെ പേരിൽ അങ്ങനെ പ്രസിദ്ധിയാർച്ചു. അങ്ങനെ ചില പ്രദേശങ്ങളിലേക്ക് ആ രീതിയിൽ മതം പ്രചരിച്ചു. BC 540 വടക്കൻ ബീഹാറിലെ വൈശാലി ജില്ലയിലെ ബസാർഹ് എന്ന് പറയുന്ന പ്രദേശത്തിന് സമീപത്തുള്ള ഒരു ഗ്രാമത്തിലാണ് വർദ്ധമാന മഹാവീരൻ്റെ ജനനം. PSCക്ക് വരെ ചോദിക്കുന്ന കേട്ടോ മഹാവീരൻ്റെ ജനനവർഷ BC 540. അദ്ദേഹത്തിൻ്റെ അമ്മ ത്രിശാല ലിച്ചാവി പ്രഭു ചേതകൻ്റെ സഹോദരിയാണ്. അദ്ദേഹത്തിൻ്റെ മകൾ ബിംബിസാരനെയാണ് വിവാഹം കഴിച്ചത്. പിതാവ് സിദ്ധാർത്ഥ ഒരു പ്രശസ്ത ക്ഷത്രിയ വിഭാഗത്തിലെ രാജവംശത്തിൻ്റെ തലവനായിരുന്നു. മഗധ രാജവംശവുമായുള്ള ബന്ധം കാരണം മഹാവീരന് തൻ്റെ ആത്മീയ ദൗത്യത്തിൻ്റെ ഭാഗമായി രാജകുമാരന്മാരുമായിട്ടും അതുപോലെ മറ്റ് പ്രഭുക്കന്മാരുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത ബന്ധം അല്ലെങ്കിൽ എളുപ്പത്തിൽ ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. മഹാവീരൻ തൻ്റെ ജീവിതം ആരംഭിച്ചത് ഒരു ഗൃഹനാഥനായിട്ടാണ്. എന്നാൽ 30ാമത്തെ വയസ്സിൽ, അതൊരു കുടുംബമായിട്ട് ജീവിച്ച് പോകുന്ന ഒരു അന്തരീക്ഷത്തിലാണ്, 30ാമത്തെ വയസ്സിൽ സത്യാന്വേഷണത്തിന് വേണ്ടി അദ്ദേഹം വീട് വിട്ടിറങ്ങുകയും സന്യാസിയായി തീരുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ രാജവംശത്തിലാണ്, സുഖസൗകര്യങ്ങൾ മാത്രം കണ്ടു മടുത്തിട്ടെന്നാണ്. നമ്മളൊന്നും അങ്ങനെയല്ല, അങ്ങനെ വീട് വിട്ടിറങ്ങുകയാണ്. അങ്ങനെ 12 വർഷം അദ്ദേഹം യാത്ര ചെയ്തു. ഒരു ഗ്രാമത്തിൽ ഒരു ദിവസത്തിൽ കൂടുതൽ അദ്ദേഹം ചിലവഴിച്ചില്ല. ഒരു നഗരത്തിൽ 5 ദിവസത്തിൽ കൂടുതൽ അദ്ദേഹം ചിലവഴിച്ചിട്ടില്ല ആ യാത്രക്കിടയിൽ. തൻ്റെ 12 വർഷത്തെ യാത്രയിലുടനീളം അദ്ദേഹം വസ്ത്രം മാറിയിട്ടില്ല എന്നും ഒടുവിൽ തൻ്റെ 42ാമത്തെ വയസ്സിൽ സർവജ്ഞാനി അല്ലെങ്കിൽ സർവജ്ഞത നേടിയവൻ അല്ലെങ്കിൽ കൈവല്യം വന്നവൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹം കൈവല്യം വന്നപ്പോൾ ആ വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. കൈവല്യയിലൂടെ സന്തോഷവും സങ്കടവും അദ്ദേഹം തരണം ചെയ്തു. കൈവല്യം നേടിയതിനാൽ അദ്ദേഹം മഹാവീരൻ അഥവാ ജിനൻ, എല്ലാത്തിനെയും ജയിച്ചവൻ എന്നർത്ഥത്തിൽ അങ്ങനെ വിളിക്കപ്പെട്ടു. അദ്ദേഹത്തെ പിന്തുടരുന്നവരെ ജൈനന്മാർ എന്നും അദ്ദേഹത്തിൻ്റെ മതം ജൈനമതം എന്നും അഭിപ്രായപ്പെട്ടു. കോശലം, മഗധ, മിഥില, ചമ്പ തുടങ്ങിയ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച അദ്ദേഹം 30 വർഷം തൻ്റെ മതപ്രബോധനങ്ങൾ നടത്തി. ആധുനിക രാജഗൃഹത്തിനടുത്തുള്ള പാവപുരിയിൽ വെച്ച് BC 468 അദ്ദേഹം നിർവ്വാണം പ്രാപിച്ചു അല്ലെങ്കിൽ മരണമടഞ്ഞു. എന്നാൽ പുരാവസ്തു ഗവേഷകന്മാർ പറയുന്നത് പുരാവസ്തു ഗവേഷണത്തിൽ അദ്ദേഹം BC 6ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു, അതിനുള്ള തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ്. അദ്ദേഹം BC 527 മരിച്ചു എന്നാണ് അവർ വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ജനനത്തിൻ്റെ വർഷത്തിൽ മാറ്റം വരുന്നുണ്ട്. എന്താണ്, BC 599 പറയുന്നുണ്ട് കേട്ടോ. അതിന് കൂടെ ചേർക്കണം, ആൻസർ വരുന്നിടത്ത് അങ്ങനെ പറയാം. അതിപ്പോൾ ഇവിടെ പറയണില്ലേ, നമുക്ക് എക്സാം അടുപ്പിച്ച് അങ്ങനെ ഒന്നുകൂടി ചെയ്യാം, ആ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. നോക്കാൻ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ജൈനിസം, ജൈനമതത്തിൻ്റെ തത്വങ്ങളാണ്. ജൈനമതം 5 സിദ്ധാന്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 1, അക്രമം ചെയ്യരുത്, അഹിംസ. രണ്ടാമത്തത്, കള്ളം പറയരുത് അല്ലെങ്കിൽ അസത്യം പറയരുത്. 3, മോഷ്ടിക്കരുത്, അസ്തേയ എന്നാ പറയുക കേട്ടോ. 4, ഒന്നെന്തായിരുന്നു, 1 അക്രമം ചെയ്യരുത് അല്ലെങ്കിൽ അഹിംസ നിലനിർത്തുക. 2, കള്ളം പറയരുത്. 3, മോഷ്ടിക്കരുത്. 4, ഒന്നും കൈവശം വെക്കരുത്, അതായത് ഒന്നും പൂഴ്ത്തി വെക്കരുത്. 5ാമത്തത് ബ്രഹ്മചര്യ അനുഷ്ഠിക്കലാണ്. ഇതിൽ ബ്രഹ്മചര്യ അനുഷ്ഠിക്കൽ മാത്രമാണ് ആര് ചേർത്തത്? മഹാവീരൻ ചേർത്തത്. മറ്റ് 4 എന്താണ്, അദ്ദേഹത്തിൻ്റെ മുന്നേ ഉള്ള തീർത്ഥങ്കരന്മാർ പഠിപ്പിച്ചിരുന്ന സിദ്ധാന്തങ്ങൾ തന്നെയാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ചില ജൈന പണ്ഡിതന്മാർ ക്രൂരതയ്ക്ക് ഉത്തരവാദികളായവരെ ശിക്ഷിക്കാൻ ഉത്തരവിട്ടതുകൊണ്ട് ഇതിനിടയ്ക്കിടെ അസംബന്ധ ഫലങ്ങളും ജൈനമതത്തിനുണ്ടായിട്ടുണ്ട്. മഹാവീരൻ തൻ്റെ ശിഷ്യന്മാരോട് എല്ലാ വസ്ത്രങ്ങളും നീക്കം ചെയ്യാൻ ഉപദേശിച്ചു. പാർശ്വനെ പോലെ ശരീരത്തിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും മാത്രം എന്ത് ചെയ്താൽ മതി, മറക്കാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ ലളിതമായ ജീവിതം നയിക്കാനാണ് അദ്ദേഹം ഇതിലൂടെ ആവശ്യപ്പെടുന്നത്. തൽഫലമായി ജൈനമതം പിന്നീട് ശ്വേതംബരന്മാർ, വെള്ളവസ്ത്രം ധരിക്കുന്നവർ, ദിഗംബരന്മാർ, നഗ്നരായവർ എന്നിങ്ങനെ 2 വിഭാഗങ്ങളായിട്ട് അവസാനം 2ആയിട്ട് പിരിയുന്നുണ്ട്. ബുദ്ധമതം പോലെ ജൈനമതം വർണ്ണ സമ്പ്രദായത്തെ നിരാകരിച്ചിട്ടില്ല. പക്ഷേ ജിനന് താഴെയുള്ളവരായി ദേവന്മാരെ അത് അംഗീകരിച്ചു. മഹാവീരൻ പറയുന്ന അനുസരിച്ച് ഒരു വ്യക്തിയുടെ കുറ്റകൃത്യങ്ങൾ അഥവാ
അവതാരത്തിൽ നിന്നുള്ള ഗുണങ്ങൾ അവർ ഉയർന്നതോ താഴ്ന്നതോ ആയ വർണ്ണത്തിൽ ജനിച്ചവരാണോ എന്ന് നിർണ്ണയിക്കുന്നു എന്നാണ്. ഒരു ചണ്ടാലനെ പോലും, ചണ്ടാലൻ എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടാത്തവൻ എന്ന് പറയാം നമുക്ക്, ഒരു ചണ്ടാല വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ചണ്ടാലനെ പോലും മഹാവീരൻ മനുഷ്യ മൂല്യങ്ങൾ ഉള്ളവനായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ താഴ്ന്ന ജാതി അതോടൊരു മനുഷ്യൻ്റെ മൂല്യങ്ങൾ അവരിലും ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ശുദ്ധവും മാന്യവുമായ ജീവിതം നയിക്കുന്നതിലൂടെ മോചനം നേടാനാവും എന്നാണ്. ജൈനമതത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം ലൗകിക ബന്ധങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക എന്നതാണ്. അത്തരം വിമോചനത്തിന് ഒരു ആചാരവും ആവശ്യമില്ല എന്നും മതം പറയുന്നുണ്ട്. ശരിയായ അറിവ്, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി എന്നിവയിലൂടെ അത് നേടിയെടുക്കാൻ കഴിയും എന്നും ജൈനമതം പഠിപ്പിക്കുന്നു. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പെരുമാറ്റം എന്നിവ ജൈനമതത്തിൻ്റെ ത്രിരത്നങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി. അപ്പോൾ ശരിയായ വിശ്വാസത്തെ സമ്യക് ദർശനം, സമ്യക് ദർശന. അതുപോലെ ശരിയായ അറിവാണെങ്കിൽ സമ്യക് ജ്ഞാനം. ശരിയായ എന്നുള്ളതിൻ്റെ ഒരു ഉച്ചാരണമാണ് സമ്യക് ചരിത്രം എന്നാണ് ശരിയായ പെരുമാറ്റം. അപ്പോൾ അത് മൂന്നുമാണ് ജൈനമതത്തിൻ്റെ ത്രിരത്നങ്ങൾ അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട തത്വങ്ങൾ. ജൈനമതം അതിൻ്റെ അനുയായികൾക്ക് യുദ്ധവും കൃഷിയും പോലെ രണ്ടും ഒരുപോലെ നിരോധിച്ചു. കാരണം യുദ്ധത്തിലും കൃഷിയിലും എന്ത് ചെയ്യുന്നുണ്ട്, ജീവജാലങ്ങളെ കൊല്ലുന്നുണ്ട്. അതുകൊണ്ട് ഒടുവിൽ ജൈനന്മാരെ വ്യാപാരത്തിലും വ്യാപാര പ്രവർത്തനങ്ങളിലും മാത്രമായിട്ട് ഒതുങ്ങി. ജൈനമത തത്വങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പങ്കാളിത്തമുള്ള സംഘങ്ങൾ മഹാവീരൻ സ്ഥാപിച്ചിരുന്നു. സാധാരണക്കാരുടെ ഭാഷയായ പ്രാകൃതത്തിലാണ് അദ്ദേഹം തൻ്റെ പ്രഭാഷണങ്ങളൊക്കെയും നടത്തിയിരുന്നത്. ജൈനമതം പിന്തുടർന്നിരുന്നത് വെറും 14,000 ആളുകൾ മാത്രമാണ് എന്നൊരു കണ്ടെത്തലുണ്ട്. അതായത് അത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ആ മതം പിന്തുടർന്നിരുന്നുള്ളൂ. ജൈനമതത്തെ ബ്രാഹ്മണ മതത്തിൽ നിന്ന് ഫലപ്രദമായിട്ട് വേർതിരിക്കാൻ കഴിയാത്തതാണ് പൊതുവെ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ആ മതത്തിലേക്ക് സമൂഹത്തിൽ നിന്ന് ആളുകളെ ആകർഷിക്കാതിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. എങ്കിലും ബ്രാഹ്മണ മതം അത്ര ശക്തമല്ലാത്ത തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ എന്തുണ്ടായിട്ടുണ്ട്, ഇന്ത്യയിൽ ജൈനമതം വേരൂന്നിയിട്ടുണ്ട്. കർണാടകയിൽ ജൈനമതം പ്രചരിപ്പിച്ചതിൻ്റെ ബഹുമതി ചന്ദ്രഗുപ്ത മൗര്യനുള്ളതാണ്. തൻ്റെ ഭരണത്തിൻ്റെ അവസാന വർഷങ്ങളിൽ അദ്ദേഹം സിംഹാസനം ഉപേക്ഷിച്ച് ജൈനമതം സ്വീകരിച്ചു എന്നും കർണാടകയിൽ മതം പ്രചരിപ്പിച്ചു എന്നുമൊക്കെ ഐതിഹ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആര്? ചന്ദ്രഗുപ്ത മൗര്യന് കേട്ടോ. പക്ഷേ മറ്റ് ഉറവിടങ്ങളിലൊന്നും അതിനുള്ള തെളിവുകൾ ലഭ്യമായിട്ടുമില്ല എന്നാണ് പറയപ്പെടുന്നത്. മഹാവീരൻ്റെ മരണത്തിന് 200 വർഷങ്ങൾക്ക് ശേഷം മഗധയിലുണ്ടായ ക്ഷാമം ദക്ഷിണേന്ത്യയിൽ ജൈനമതം വ്യാപിക്കുന്നതിനുള്ള മറ്റൊരു കാരണമായി കണക്കാക്കുന്നുണ്ട്. 12 വർഷത്തെ ക്ഷാമം അനുഭവപ്പെട്ടിട്ടുണ്ട്. സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ, ആ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ നിരവധി ജൈനന്മാരെ ഭദ്രബാഹു എന്ന സന്യാസിയുടെ നേതൃത്വത്തിൽ തെക്കൻ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്തു നീങ്ങി. മറ്റുള്ളവർ സ്ഥൂലബാഹുവിൻ്റെ നേതൃത്വത്തിൽ മഗധയിൽ തന്നെ തുടരുകയും ആ ക്ഷാമത്തിൽ തന്നെ തുടരുകയും ചെയ്തു. ദക്ഷിണേന്ത്യയിലുടനീളം ജൈനമതം പ്രചരിപ്പിച്ച് കുടിയേറ്റക്കാരായ ജൈനന്മാർ ജൈനമതത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു. ക്ഷാമം അവസാനിച്ചപ്പോൾ അവരെന്തായി, മഗധയിലേക്ക് തന്നെ മടങ്ങി വന്നു. അവരെ പ്രാദേശിക ജൈനന്മാരുമായി അഭിപ്രായ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ രണ്ടു കൂട്ടരും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിന് ഇടവരുത്തി. തുടർന്ന് തിരിച്ചു വന്നപ്പോൾ പട്ടിണിക്കാലത്തും തങ്ങൾ മതതത്വങ്ങൾ കർശനമായി പാലിച്ചിട്ടുണ്ട് എന്ന് തെക്കൻ നിന്ന് മടങ്ങിയെത്തിയവർ തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ മഗധ ആസ്ഥാനമായ ജൈന സന്യാസിമാർ ആചാരങ്ങൾ ലംഘിച്ചു എന്നും അവർ പറഞ്ഞു. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനും ജൈനമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ കൂട്ടിച്ചേർക്കാനും പാടലിപുത്രയിൽ ഒരു കൗൺസിൽ വിളിച്ചു. പക്ഷേ എന്ത് ചെയ്തില്ല, തെക്ക് നിന്ന് മടങ്ങിയെത്തിയ ജൈനന്മാർ അത് ബഹിഷ്കരിക്കുകയും തീരുമാനങ്ങൾ അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഈ സമയം മുതൽ മഗധന്മാരെ ശ്വേതംബരന്മാർ എന്നും, അതായത് മഗധയിൽ തുടർന്നവരെ ശ്വേതംബരന്മാർ എന്നും ദക്ഷിണേന്ത്യയിൽ നിന്ന് മടങ്ങിയെത്തിയ ജൈനമതക്കാരെ ദിഗംബരന്മാർ എന്നും വിളിക്കപ്പെട്ടു. അങ്ങനെ 2 വിഭാഗം ഏതിലുണ്ടായി, ജൈനമതത്തിൽ ഉണ്ടായി. വരൾച്ചയുമായി ബന്ധപ്പെട്ട കഥ പിൽക്കാലഘട്ടങ്ങളിലുള്ളതാണെന്നാണ് പറയപ്പെട്ടത്. ഇത് സംശയാസ്പദമായിട്ടാണ് ഇപ്പോഴും അതൊരു സത്യസന്ധമായിട്ട് വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നായിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷേ 2 വിഭാഗങ്ങളായിട്ട് അവർ വിഭജിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ബസദികൾ എന്നറിയപ്പെടുന്ന നിരവധി ജൈന സന്യാസ സ്ഥാപനങ്ങൾ കർണാടകയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. BC 4-ാം നൂറ്റാണ്ടിൽ ജൈനമതം ഒറീസയിലെ കലിംഗയിലേക്ക് വ്യാപിച്ചു. BC 1-ാം നൂറ്റാണ്ടിൽ ആന്ധ്രയിലെയും മഗധയിലെയും രാജകുമാരന്മാരെ പരാജയപ്പെടുത്തിയ കലിംഗ ഭരണാധികാരി ഖരവേലയുടെ പിന്തുണയോടെയായിരുന്നു ഇതവിടെ വ്യാപിച്ചത്. BC 1-2 നൂറ്റാണ്ടുകൾക്കിടയിൽ തമിഴ്നാട്ടിലും ജൈനമതം പ്രചരിച്ചു. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ജൈനമതം മാൾവ, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു. ഇന്ന് ഈ പ്രദേശങ്ങളിൽ വ്യാപാരത്തിലും ബിസിനസ്സിലും ഏർപ്പെട്ടിരിക്കുന്ന ഗണ്യമായ, അതായത് വളരെ കുറഞ്ഞ തോതിലുള്ള ആളുകൾ മാത്രമേ ജൈനമത ജനസംഖ്യയിലുള്ളതായിട്ട് കാണപ്പെടുന്നുള്ളൂ.
ജൈനമതത്തിന് തുടക്കത്തിൽ ബുദ്ധമതത്തിൻ്റെ അത്രയും ഭരണകൂട സംരക്ഷണം ലഭിച്ചിട്ടില്ല. എങ്കിലും അത് അതിവേഗം വളർത്തിയെങ്കിലും അതുപോലെ തന്നെ വളർന്നു വന്നെങ്കിലും അത് നിലനിന്നിരുന്ന പ്രദേശങ്ങളിൽ അതിന് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ബുദ്ധമതം ഇന്ത്യയിൽ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഫലത്തിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇനി കോൺട്രിബ്യൂഷൻസ് ഓഫ് ജൈനിസം, ജൈനമതത്തിൻ്റെ സംഭാവനകളാണ്. ആചാരപരമായ വൈദിക മതവും വർണ്ണവ്യവസ്ഥയുടെ തിന്മകളും ആദ്യം ഗൗരവമായി അഭിസംബോധന ചെയ്ത മതമാണ് ഇത് ജൈനമതം. ആദ്യകാല ജൈനന്മാർ സംസ്കൃത ഭാഷ ഉപേക്ഷിച്ചു. പകരം അവർ പ്രാഥമിക ഭാഷയായ അത് ബ്രാഹ്മണരുടെ ഭാഷയാണ്, അത് സംസ്കൃതം. സാധാരണക്കാരുടെ ഭാഷയായ പ്രാകൃതത്തിലാണ് അവരുടെ സംഭാഷണങ്ങൾ അധികവും നടത്തിയിരുന്നത്, എന്നാൽ മതപ്രചരണങ്ങൾ അധികവും നടത്തിയിരുന്നത്. ആശയവിനിമയത്തിനായി അവർ തിരഞ്ഞെടുത്തതും ആ ഭാഷയെ തന്നെയാണ്. അവരുടെ സാഹിത്യങ്ങൾ രചിക്കപ്പെട്ടത് അർദ്ധമഗധയിലാണ്. കൂടാതെ പുസ്തകങ്ങൾ സമാഹരിച്ചത് AD 6-ാം നൂറ്റാണ്ടിൽ ഗുജറാത്തിലെ വിഖ്യാത പഠന കേന്ദ്രമായ വളഭിയിലാണ്. ജൈനർ പ്രാകൃത ഭാഷ ഉപയോഗിച്ചത് ഈ ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വികാസത്തിന് കാരണമായി. പ്രാകൃതത്തിൽ നിന്ന് നിരവധി പ്രാദേശിക ഭാഷകൾ പിന്നീട് ഉയർന്നു വന്നു. മറാത്തി ഭാഷയുടെ ഉത്ഭവത്തിന് കാരണമായ ശൗരസേനി അതുപോലെ അപഭ്രംശയിലെ ആദ്യത്തെ പ്രധാന കൃതികൾ എഴുതിയത് ജൈനന്മാരാണ്. ജൈനമത സാഹിത്യത്തിലെ നോവലുകൾ, നാടകം, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിരുന്നു. ഗുജറാത്തിലെ രാജസ്ഥാനിലെ ഒക്കെ ജനക്ഷേത്രങ്ങളിൽ നിന്ന് കണ്ടെത്തിയ പ്രസിദ്ധീകരിക്കാത്ത കയ്യെഴുത്ത് പ്രതികൾ ഇപ്പോഴും ഉണ്ട്. അതായത് ഇപ്പോഴും അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ജൈനന്മാർ സംസ്കൃതവും വ്യാപകമായ രീതിയിൽ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു. മധ്യകാലഘട്ടത്തിലുടനീളം അതിൽ ധാരാളം കൃതികളും ജൈനന്മാർ രചിക്കപ്പെട്ടിട്ടുണ്ട്. അവർ കന്നഡയിൽ ഗണ്യമായിട്ട്, അതായത് ധാരാളമായിട്ട് കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് കന്നഡ ഭാഷയുടെ വളർച്ചയ്ക്കും സംഭാവന നൽകിയിട്ടുണ്ട്. ബുദ്ധമതക്കാരെ പോലെ ജൈനമതം ആദ്യം ഒരു പ്രത്യേക രൂപത്തെ ആരാധിച്ചിട്ടില്ല. പിന്നീട് ആളുകൾ മഹാവീരനെയും 23 തീർത്ഥങ്കന്മാരെയൊക്കെ ആരാധിക്കാൻ തുടങ്ങി. ആ കാരണത്താൽ, അതായത് അവരെ ആരാധിക്കാൻ തുടങ്ങിയ കാരണത്താൽ, പ്രത്യേകിച്ച് കർണാടക, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലൊക്കെ കല്ലിൽ മനോഹരമായ അതുപോലെ വലുതുമായ ചിത്രങ്ങൾ കൊത്തിയെടുത്തിട്ടുണ്ട്. ബുദ്ധമതം പോലെ സമൃദ്ധമായിട്ട് അവരുണ്ടാക്കിയിട്ടില്ലെങ്കിലും ജൈനമതം കലക്കും വാസ്തുവിദ്യയ്ക്കും ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ജൈനമതത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ഗൗതമ ബുദ്ധനും അദ്ദേഹത്തിൻ്റെ ബുദ്ധമതവുമാണ്. സിദ്ധാർത്ഥൻ എന്നറിയപ്പെടുന്ന ഗൗതമ ബുദ്ധൻ്റെ കാലത്ത് മഹാവീരനാണ് ജീവിച്ചിരുന്നതും രണ്ടു കൂട്ടരും ജീവിച്ചത്. അതായത് ഗൗതമ ബുദ്ധനും മഹാവീരനും ജീവിച്ചത് ഒരേ കാലഘട്ടത്തിലാണ്. BC 567 നേപ്പാളിലെ ലുംബിനിയിൽ കപിലവസ്തുവിനടുത്തുള്ള ഒരു ശാക്യക്ഷത്രിയ കുടുംബത്തിലാണ് ബുദ്ധൻ ജനിച്ചത്. ശാക്യഗോത്ര തലവനായിരുന്ന കപിലവസ്തുവിലെ രാജാവായിരുന്നു ഗൗതമൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ അമ്മ കോശലൻ രാജകുമാരിയായിരുന്നു. അങ്ങനെ ഗൗതം മഹാവീരനെ പോലെ തന്നെ ഒരു വലിയ കുടുംബത്തിൽ ജനിച്ച അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. ഗൗതമൻ്റെ ചെറുപ്പത്തിൽ തന്നെ ധ്യാനാത്മകമായ ഒരു മാനസികാവസ്ഥ, അതായത് ധ്യാനത്തിൽ മുഴുകുന്ന ഒരു മാനസികാവസ്ഥയാണ് ഗൗതമന് ഉണ്ടായിരുന്നത്. ചെറുപ്പത്തിലെ വിവാഹിതനായെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മാനസിക കഷ്ടപ്പാടുകൾ കണ്ട് അത് അവസാനിപ്പിക്കാനുള്ള വഴി തേടി ഇറങ്ങി. മഹാവീരനെ പോലെ 29ാമത്തെ വയസ്സിൽ അദ്ദേഹം വീട് വിട്ടിറങ്ങി. 33ാമത്തെ വയസ്സിൽ ബോധോദയം ലഭിച്ചവൻ എന്നർത്ഥത്തിൽ അദ്ദേഹം ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടാന്നു. 7 വർഷത്തോളം അദ്ദേഹം യാത്ര ചെയ്തു. ഒരു പൈപ്പൽ അഥവാ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത്. അതുകൊണ്ട് ആ മരം ബോധിമരം എന്നും അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തെ ബോധോദയം ലഭിച്ചെന്ന അർത്ഥത്തിൽ ബുദ്ധൻ എന്നും അദ്ദേഹത്തിൻ്റെ അനുയായികളെ ബുദ്ധമതക്കാരെന്നും വിശേഷിപ്പിക്കപ്പെട്ടു. ബനാറസിലെ സാരനാഥിലാണ് ബുദ്ധൻ തൻ്റെ ആദ്യത്തെ പ്രഭാഷണം നടത്തിയത്. തൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ദൂരങ്ങൾ സഞ്ചരിച്ചു. കരുത്തുറ്റ ശരീരപ്രകൃതി ഉള്ളതുകൊണ്ട് ദിവസം 20 മുതൽ 30 കിലോമീറ്റർ വരെ അദ്ദേഹം സഞ്ചരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. 40 വർഷക്കാലം പ്രസംഗവും ധ്യാനവുമായി അദ്ദേഹം സഞ്ചരിച്ചു. വർഷം തോറും മഴക്കാലത്ത് വിശ്രമിക്കും. ഈ നിലയ്ക്ക് അല്ലെങ്കിൽ ഈ രീതിയിൽ നീണ്ട കാലയളവിൽ മത്സരിക്കുന്ന ഗ്രൂപ്പുകളുടെ, പ്രത്യേകിച്ച് ബ്രാഹ്മണരുടെ കടുത്ത അനുയായികളെ, എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അതൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ചർച്ചകളിലൂടെ അദ്ദേഹം അതൊക്കെ കീഴ്പ്പെടുത്തി. ആ ചർച്ച ചെയ്തിട്ട് അവരുടെ എതിർപ്പുകളൊക്കെ അദ്ദേഹം കീഴ്പ്പെടുത്തി. അത് ഏറ്റുമുട്ടിയില്ല എന്നർത്ഥം. തൻ്റെ മിഷനറി പ്രവർത്തനങ്ങളിൽ ഉയർന്നവർ എന്നോ താഴ്ന്നവരെന്നോ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ നിരാലംബരെന്നോ സമ്പന്നരെന്നോ വ്യത്യാസമില്ലാതെ ഒരു എല്ലാവർക്കും അംഗീകാരം കൊടുക്കുന്ന ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മിഷനറി പ്രവർത്തനങ്ങൾ. 80ാമത്തെ വയസ്സിൽ BC 487 ഗൗതമ ബുദ്ധൻ കുശി നഗരിയിൽ വെച്ച് മരണപ്പെട്ടു. ഇനി ഡോക്ട്രിൻസ് ഓഫ് ബുദ്ധിസം, ബുദ്ധമതത്തിൻ്റെ തത്വങ്ങൾ. പ്രാണനെയും, അതായത് ആത്മൻ, ബ്രഹ്മാവിനെയും കുറിച്ച് അക്കാലത്ത് നടന്ന അർത്ഥശൂന്യമായ ചർച്ചകൾ അദ്ദേഹം ഒഴിവാക്കി.
പ്രായോഗിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് അദ്ദേഹം അനുകൂലിച്ചു. വ്യക്തികൾ അവരുടെ ആഗ്രഹങ്ങളുടെ ഫലമായിട്ടാണ് കഷ്ടപ്പെടുന്നതെന്നും ലോകം മുഴുവൻ ദുഃഖമയമാണ് എന്നും അദ്ദേഹം പഠിപ്പിച്ചു. നിർവ്വാണം അഥവാ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ചക്രത്തിൽ നിന്ന് മുക്തമാകുന്നത് ആഗ്രഹങ്ങളെ കീഴടക്കുന്നതിലൂടെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഗൗതമ ബുദ്ധൻ മനുഷ്യൻ്റെ ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ 8 മാർഗങ്ങൾ അഥവാ അഷ്ടാംഗ മാർഗങ്ങൾ നിർദ്ദേശിച്ചു. ഏതൊക്കെയാണത് നോക്കുക. ശരിയായ നിരീക്ഷണം, ശരിയായ ദൃഢനിശ്ചയം, ശരിയായ സംസാരം, ശരിയായ പ്രവർത്തനം, ശരിയായ ജീവിതമാർഗം, ശരിയായ പരിശ്രമം, ശരിയായ അവബോധം, ശരിയായ ഉത്കണ്ഠ എന്നിവ ഉൾപ്പെടുന്നതാണ് അഷ്ടാംഗ മാർഗങ്ങൾ. ഒരു വ്യക്തി ഈ പാത, അതായത് ഈ അഷ്ടാംഗ മാർഗങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അവൻ തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുമെന്നും, ഒരു വ്യക്തി ആഡംബരത്തും ധൂർത്തും ഒഴിവാക്കുകയാണെങ്കിൽ അയാൾ നല്ലവനായി മാറുമെന്നും ബുദ്ധൻ പഠിപ്പിച്ചു. ബുദ്ധൻ തൻ്റെ അനുയായികൾക്കായി ജൈന ആചാര്യന്മാരുടെ അതേ രീതിയിൽ ഒരു പെരുമാറ്റച്ചട്ടം സ്ഥാപിച്ചു. അതിലെ പ്രധാന തത്വങ്ങൾ നോക്കാം. അക്രമം ചെയ്യരുത്. രണ്ടാമത്തത് മറ്റുള്ളവരുടെ സ്വത്ത് മോഹിക്കരുത്. 3 ലഹരി ഉപയോഗിക്കരുത്. 4 കള്ളം പറയരുത്. 5 ലൈംഗികതയിൽ ഏർപ്പെടരുത്. വ്യഭിചാരം, ദുരാചാരം പോലെയുള്ള ലൈംഗികതയിൽ ഏർപ്പെടരുത്. ഇങ്ങനെ 5 കാര്യങ്ങൾ. ഈ തത്വങ്ങൾ ഫലത്തിൽ എല്ലാ മതങ്ങളും അനുശാസിക്കുന്ന സാമൂഹിക പെരുമാറ്റത്തിൻ്റെ ഒരു രീതി തന്നെയാണ്. ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് ബുദ്ധിസം ആൻഡ് ദ കോസസ് ഓഫ് ഇറ്റ് സ്പ്രെഡ്. ബുദ്ധമതത്തിൻ്റെ സവിശേഷതകളും അത് പ്രചരിക്കാനിടയായ കാരണങ്ങളും. ബുദ്ധമതം ദൈവത്തിൻ്റെയും ആത്മാവിൻ്റെയും അസ്തിത്വത്തെ നിഷേധിച്ചു. ആദ്യകാല ബുദ്ധമതം സാധാരണക്കാരെ ആകർഷിച്ചു. വർണ്ണസമ്പ്രദായത്തെ എതിർത്തിരുന്നതിനാൽ താഴ്ന്ന വിഭാഗങ്ങളുടെ പിന്തുണയും ഈ മതത്തിന് ലഭിച്ചു. ബുദ്ധമതം ജാതി കണക്കിലെടുക്കാതെ ആളുകളെ സ്വീകരിച്ചു. സ്ത്രീകൾക്കും ബുദ്ധസംഘത്തിൽ പ്രവേശനം കൊടുത്തു. അവർക്കും പുരുഷന് തുല്യമായ സ്ഥാനം ബുദ്ധമതം നൽകി. ബുദ്ധമതം ബ്രാഹ്മണിസത്തെക്കാൾ ഉദാരവും ജനാധിപത്യപരവുമായിരുന്നു. ബുദ്ധമതം മതപരിവർത്തനത്തിന് വേണ്ടി വേദേതര പ്രദേശങ്ങളിലെ ജനങ്ങളെ ആകർഷിച്ചു. യാഥാസ്ഥിതിക ബ്രാഹ്മണർ അവരെ നിന്ദിച്ചതുകൊണ്ട് മഗധയിലെ ജനങ്ങൾ ബുദ്ധമതം സ്വീകരിക്കാൻ ഉത്സാഹം കാണിച്ചു. ബുദ്ധമതം പ്രചരിച്ചത് ബുദ്ധൻ്റെ സ്വഭാവത്തിൻ്റെയും തൻ്റെ വിശ്വാസം പ്രചരിപ്പിക്കാൻ അദ്ദേഹം സ്വീകരിച്ച തന്ത്രത്തിൻ്റെയും ഫലമായിട്ടാണ്. പരദൂഷണം കൊണ്ടും ദുരുപയോഗം കൊണ്ടും അദ്ദേഹം പ്രകോപിതനാകാതെ സമചിത്തതയോട് കൂടിയിട്ട് കാര്യങ്ങളെ നേരിടാൻ അദ്ദേഹം പഠിച്ചു. തൻ്റെ എതിരാളികളെ വിവേകത്തോടെ അതുപോലെ മനസ്സാന്നിധ്യത്തോടെയും ഒക്കെ അദ്ദേഹം കൈകാര്യം ചെയ്തു. പാലി ഭാഷയുടെ ഉപയോഗം ബുദ്ധമതത്തിൻ്റെ വ്യാപനത്തെ കൂടുതൽ സഹായിച്ചു. ഇത് സാധാരണ ജനങ്ങൾക്ക് ബുദ്ധമത വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നത് എളുപ്പമാക്കി. കൂടാതെ ഗൗതമ ബുദ്ധൻ സ്ഥാപിച്ച ബുദ്ധസംഘത്തിൽ ജാതി മത ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും പ്രവേശനം നൽകി. പക്ഷേ വേറെ വസ്തുതയുണ്ട്. അതിൽ ഈ ബുദ്ധസംഘത്തിൽ അടിമകൾ, കടക്കാർ, പട്ടാളക്കാർ എന്നീ 3 വിഭാഗങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. അവർക്ക് പ്രവേശനം കൊടുത്തിരുന്നില്ല. സംഘത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും സന്യാസിമാർ കർശനമായി പാലിക്കാൻ നിർബന്ധിതരായി. ബുദ്ധമതത്തിൻ്റെ 3 പ്രധാന ഘടകങ്ങളായിരുന്നു ബുദ്ധ, ധർമ്മ, സംഘ. ഓക്കെയാണ് ബുദ്ധ, ധർമ്മ, സംഘ. ബുദ്ധസംഘത്തിലെ അംഗങ്ങളായി അംഗീകരിക്കപ്പെട്ടാൽ അവർ പിന്നെ പവിത്രത, ദാരിദ്ര്യം, വിശ്വാസം എന്നിവയുടെ പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. മഗധ, കോശല, കൗശാംബി എന്നിവിടങ്ങളിലെ രാജാക്കന്മാരുടെ പ്രോത്സാഹനങ്ങളും ബുദ്ധമതത്തിന് ലഭിച്ചു. അപ്പോൾ അതൊരു ബുദ്ധമതത്തിൻ്റെ പ്രചാരത്തിനുള്ള ഒരു കാരണമാണ്. ബുദ്ധൻ്റെ വിയോഗത്തിന് 200 വർഷങ്ങൾക്ക് ശേഷം പ്രശസ്ത മൗര്യ ഭരണാധികാരിയായ അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചു. മധ്യേഷ്യയിലും പശ്ചിമേഷ്യയിലും ബുദ്ധമതം പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ ഒരു സാർവത്രിക മതമാക്കിയിട്ട്, ലോകം അംഗീകരിക്കുന്ന ഒരു മതമാക്കിയിട്ട് അതിനെ മാറ്റി. ഇപ്പോൾ ബുദ്ധമതം ശ്രീലങ്ക, ബർമ്മ അഥവാ മ്യാൻമർ, ടിബറ്റ്, ചൈനയുടെയും ജപ്പാൻ്റെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കും. ഇനി കോസസ് ഓഫ് ദ ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം. ബുദ്ധമതം തകരുന്നതിനുണ്ടായ കാരണങ്ങൾ. 11-ാം നൂറ്റാണ്ടോടെ ബുദ്ധമതം ഇന്ത്യയിൽ നിന്ന് പാടെ അപ്രത്യക്ഷമായി. ബുദ്ധമതത്തിൻ്റെ വെല്ലുവിളിക്ക് മറുപടിയായി ബ്രാഹ്മണർ അവരുടെ വിശ്വാസങ്ങളിൽ മാറ്റം വരുത്തി. കന്നുകാലികളെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബ്രാഹ്മണമതം ഊന്നിപ്പറയുകയും സ്ത്രീകൾക്കും ശൂദ്രർക്കും സ്വർഗത്തിൻ്റെ ഉറപ്പ് അവർ നൽകുകയും ചെയ്തു. ബുദ്ധഭിക്ഷുക്കൾക്ക് സമൂഹവുമായുള്ള ബന്ധം കാലക്രമേണ നഷ്ടപ്പെട്ടു. അവർ ജനങ്ങളുടെ ഭാഷയായ പാലിയിൽ നിന്ന് ബുദ്ധിജീവികളുടെ ഭാഷയായ സംസ്കൃതത്തിലേക്ക് മാറി. 1-ാം നൂറ്റാണ്ട് മുതൽ വിപുലമായ വിഗ്രഹാരാധനയിൽ അവർ ഏർപ്പെടുന്നതായിട്ടും കണ്ടു. ബുദ്ധവിഹാരങ്ങൾക്കുള്ള സമൃദ്ധമായ വഴിപാടുകളും ഗണ്യമായ രാജകീയ ഗ്രാൻറ്റുകളും കാരണം സന്യാസിമാർക്ക് സുഖകരമായ അസ്തിത്വം, അതായത് നല്ല സമ്പത്ത് വന്നു ചേർന്നു. നളന്ദ പോലുള്ള ചില ആശ്രമങ്ങളുടെ വരുമാനത്തിലേക്ക് 200ഓളം ഗ്രാമങ്ങളുടെ സംഭാവന ഉണ്ടായിരുന്നു. ഗ്രാമങ്ങൾ തന്നെ സംഭാവനയായിട്ട് കൊടുത്തിരുന്നു എന്ന് പറയും. 7-ാം നൂറ്റാണ്ടോടെ ഗൗതമ ബുദ്ധൻ വിലക്കിയ അഴിമതി പ്രവർത്തനങ്ങൾ ബുദ്ധമതത്തിൻ്റെ ആശ്രമങ്ങളിൽ ബുദ്ധമതത്തിൻ്റെ വജ്രയാന ശാഖയാണ് പുതിയ വിദ്യാലയം അതിൽ പുതിയ
ചിന്താധാര. സന്യാസിമാരുടെ വമ്പിച്ച സമ്പത്തും വർദ്ധിച്ചു വരുന്ന ലൈംഗിക പ്രവർത്തനവും കൂടുതൽ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. ബുദ്ധമതക്കാർ സ്ത്രീകളെ ഒരു വെറും കാമവസ്തുക്കളായിട്ട് കാണാൻ തുടങ്ങി. ബുദ്ധൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ആനന്ദയോട് പറഞ്ഞതായിട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്. എന്താണ്? സ്ത്രീകളെ ആശ്രമങ്ങളിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല എങ്കിൽ ബുദ്ധമതം 1000 വർഷം തുടർന്നേനെ. എന്നാൽ ഈ പ്രവേശനം അനുവദിച്ചതുകൊണ്ട് അത് 500 വർഷമേ നിലനിൽക്കൂ എന്ന് ബുദ്ധൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ബ്രാഹ്മണ രാജാവായ പുഷ്യമിത്ര ശുംഗനാൽ ബുദ്ധമതക്കാർ അടിച്ചമർത്തപ്പെട്ടതായും ആരോപിക്കപ്പെടുന്നുണ്ട്. 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിനും ഇടയിൽ പലപ്പോഴും പീഡനങ്ങൾ നടന്നിരുന്നു. ഹുന രാജാവും ശിവഭക്തനുമായ മിഹിരകുല ധാരാളം ബുദ്ധമതക്കാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ബുദ്ധൻ്റെ ജ്ഞാനോദയം നേടിയ ബോധഗയയിലെ ബോധിവൃക്ഷം ഗൗഡയിലെ ശൈവ ശശാങ്കൻ വെട്ടിമുറിച്ചു. ആയിരക്കണക്കിന് സന്യാസിമാരും സാധാരണക്കാരും കൊല്ലപ്പെട്ടു. 1600 സ്തൂപങ്ങളും ആശ്രമങ്ങളും തകർന്നതായിട്ട് ഹുയാൻസാങ് രേഖപ്പെടുത്തുന്നു. പക്ഷേ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ദക്ഷിണേന്ത്യയിലെ മധ്യകാലഘട്ടങ്ങളിൽ ശൈവരും വൈഷ്ണവരും ജൈനരെയും ബുദ്ധമതക്കാരെയും കഠിനമായിട്ട് എതിർത്തു. ഇത്തരം സംഘർഷങ്ങൾ ബുദ്ധമതത്തെ ദുർബലപ്പെടുത്തി. ആശ്രമങ്ങൾ അവയുടെ സമ്പത്ത് കാരണം തുർക്കികളുടെ ലക്ഷ്യകേന്ദ്രമായിട്ട് മാറി. ആശ്രമങ്ങളിലെ സമ്പത്ത് കണ്ടിട്ട് തുർക്കികൾ അതിലേക്ക് ആകർഷിച്ചു. ബീഹാറിൽ തുർക്കികൾ നിരവധി ബുദ്ധമത സന്യാസിമാരെ കൂട്ടക്കൊല ചെയ്തു. എങ്കിലും ചിലർക്ക് നേപ്പാളിലേക്കും ടിബറ്റിലേക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞു. എന്തായാലും 12-ാം നൂറ്റാണ്ടോടെ ബുദ്ധമതം അത് ഉത്ഭവിച്ച നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായി. ഇനി സിഗ്നിഫിക്കൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ബുദ്ധിസം. ബുദ്ധമതത്തിൻ്റെ പ്രാധാന്യവും സ്വാധീനവും. ഒരു സംഘടിത മതമെന്ന നിലയിൽ ബുദ്ധമതം പ്രയോഗത്തിലില്ലെങ്കിലും ഇന്ത്യൻ സംസ്കാരത്തിലും ബിസിനസ്സിലും അതിൻ്റെ സ്വാധീനം നിലനിൽക്കുന്നുണ്ട്. BC 500-ൻ്റെ തുടക്കം മുതൽ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബുദ്ധമതക്കാർ ശക്തമായ അറിവ് പ്രകടിപ്പിച്ചിരുന്നു. ഇരുമ്പ് കലപ്പ അടിസ്ഥാനമാക്കിയുള്ള കൃഷി, വാണിജ്യം, കറൻസിയുടെ ഉപയോഗം എന്നിവ കാരണം വ്യാപാരികൾക്കും പ്രഭുക്കന്മാർക്കും പണം സ്വരൂപിക്കാൻ കഴിഞ്ഞു. അത് ശക്തമായ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളും സൃഷ്ടിക്കും. അതിനാൽ ബുദ്ധമതം സമ്പത്ത് ശേഖരിക്കരുത് എന്ന് ആളുകളെ ഉപദേശിച്ചു. ദാരിദ്ര്യം, വെറുപ്പ്, ക്രൂരത, അക്രമം എന്നിവ അത് വളർത്തും. സമ്പത്ത് സ്വരൂപിക്കുന്നത്. ഈ തിന്മകളെ ഇല്ലാതാക്കാൻ ബുദ്ധൻ പഠിപ്പിച്ചത് കർഷകർക്ക് ധാന്യവും മറ്റു വിഭവങ്ങളും നൽകണം, വ്യാപാരികൾക്ക് സമ്പത്ത് നൽകണം. അതുപോലെ ആഗോള ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനുള്ള നടപടികളും ബുദ്ധൻ നിർദ്ദേശിച്ചു. സന്യാസിമാർക്ക് ദാനം നൽകുന്നതിലൂടെ ദരിദ്രരുടെ അടുത്ത ലോകത്ത്, അതായത് വരാനിരിക്കുന്ന ഒരു ലോകത്ത് സമ്പന്നരായി ജനിക്കുമെന്നും ബുദ്ധൻ പഠിപ്പിച്ചു. സന്യാസിമാരുടെ പെരുമാറ്റച്ചട്ടം അവരുടെ ഭക്ഷണം, വസ്ത്രം, ലൈംഗിക പെരുമാറ്റം എന്നിവയെ പരിമിതപ്പെടുത്തി. അവർക്ക് സ്വർണവും വെള്ളിയും സ്വീകരിക്കാൻ കഴിയാതെ വരികയും വിൽപ്പനയിലും വാങ്ങലിലും ഏർപ്പെടാനാകാതെ വരികയും ചെയ്തു. ബുദ്ധൻ്റെ മരണശേഷം ഈ നിയമങ്ങളിലൊക്കെ അവർ ഇളവ് വരുത്തി, അതൊക്കെ തെറ്റിച്ചു. ബുദ്ധമതം പുതിയ ഭൗതിക ജീവിതം കൊണ്ടുവന്ന് തിന്മകളെ ലഘൂകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് ജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു. കടക്കാർ സംഘത്തിൽ ചേരാൻ പാടില്ല എന്ന നിയമം പണമിടപാടുകാരെയും സമൂഹത്തിലെ സമ്പന്നരായ അംഗങ്ങളെയും സഹായിച്ചു. അവരിൽ നിന്നെല്ലാം കടക്കാർക്ക് രക്ഷപ്പെടാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായി. അതുപോലെ അടിമകളെ സംഘത്തിൽ ചേരാൻ കഴിയില്ല എന്ന നിയമം വന്നപ്പോൾ അടിമകളുടെ ഉടമകളെ അത് സഹായിച്ചു. ബുദ്ധമതം പഠിപ്പിക്കലിൻ്റെ ലക്ഷ്യം വ്യക്തിഗത രക്ഷ അഥവാ നിർവ്വാണം എന്നതായിരുന്നു എന്നതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്കൊരു സംശയവുമില്ലാതെ മനസ്സിലാക്കാൻ കഴിയും. പഴയ സമത്വ സമൂഹത്തിൻ്റെ തകർച്ചയും സ്വകാര്യ സ്വത്ത് മൂലമുണ്ടാകുന്ന കടുത്ത സാമൂഹിക അസമത്വങ്ങളും പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു വഴി ലഭിച്ചു. പക്ഷേ അത് എന്താ പറയുക, ബുദ്ധസന്യാസിമാരിൽ ഒതുങ്ങി ആ തത്വങ്ങളെല്ലാം. സ്ഥിതിഗതികൾ അതേപടി അംഗീകരിക്കാൻ പഠിപ്പിച്ച സാധാരണ അനുയായികൾക്കത് ഒരു വഴി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. സ്ത്രീകളെ സ്വാധീനം ചെലുത്തുന്നതിലൂടെ ബുദ്ധമതം സമൂഹത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തി. ബുദ്ധമതം അഹിംസയിലും മൃഗങ്ങളുടെ വിശുദ്ധിയിലും ഊന്നൽ നൽകി. ഇത് രാജ്യത്തിൻ്റെ കന്നുകാലി സമ്പത്ത് വർദ്ധിപ്പിച്ചു. ആദ്യകാല ബുദ്ധഗ്രന്ഥങ്ങളായ സുട്ടാംപാത കന്നുകാലികളെ ഭക്ഷണം, സൗന്ദര്യം, ശക്തി, സന്തോഷം എന്നിവ നൽകുന്നവരായിട്ടാണ് പ്രഖ്യാപിച്ചത്. ക്രിസ്ത്യൻ കാലഘട്ടത്തിൻ്റെ ആദ്യ 3-ാം നൂറ്റാണ്ടുകളിൽ പാലിയും സംസ്കൃതവും സംയോജിപ്പിച്ച് ഹൈബ്രിഡ് സംസ്കൃതം എന്നൊരു പുതിയ ഭാഷ തന്നെ ഈ മതം സൃഷ്ടിച്ചു. ബുദ്ധസന്യാസിമാരുടെ സാഹിത്യ പ്രവർത്തനങ്ങൾ മധ്യകാലഘട്ടങ്ങളിലും തുടർന്നു. അവർ കിഴക്കൻ ഇന്ത്യയിൽ ചില പ്രസിദ്ധ അപഭ്രംശ രചനകൾ എഴുതി. ബുദ്ധവിഹാരങ്ങൾ വലിയ പഠന കേന്ദ്രങ്ങളായിട്ട് പരിണമിച്ചു. അവ റെസിഡൻഷ്യൽ സർവകലാശാലകൾ എന്ന് വിളിക്കപ്പെട്ടു. ബീഹാറിലെ നളന്ദയും വിക്രമശിലയും ഗുജറാത്തിലെ വളഭിയും പ്രത്യേകം എടുത്തു പറയേണ്ട ഉദാഹരണങ്ങളാണ് ഇതിന് പ്രത്യേക പഠന കേന്ദ്രങ്ങളായി വന്നതിന്.
അതുപോലെ പുരാതന ഇന്ത്യൻ കലകളിൽ ബുദ്ധമതം അതിൻ്റേതായ മുദ്ര പതിപ്പിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ആരാധിക്കപ്പെട്ട മനുഷ്യ പ്രതിമകൾ ബുദ്ധൻ്റെ പ്രതിമകളായിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. മതത്തിൻ്റെ വിശ്വസ്തരായ അനുയായികൾ ബുദ്ധൻ്റെ ജീവിതത്തിലെ വിവിധ സംഭവങ്ങളിൽ കല്ലിൽ കൊത്തിയെടുത്തിരുന്നു. ഗ്രീക്ക് ബന്ധങ്ങളിലൂടെ ഗാന്ധാര കലയും വികസിപ്പിച്ചെടുത്തു. സന്യാസിമാരുടെ താമസത്തിന് വേണ്ടി പാറകളിൽ മുറികൾ കൊത്തിയുണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇത് ഗുഹാവാസ്തുവിദ്യയെയും പ്രോത്സാഹിപ്പിച്ചു. ഗയയിൽ ഗയ എന്ന സ്ഥലത്തെ ബരാബനിൽ ഇത്തരത്തിലുള്ള അവിടുത്തെ കുന്നുകളിൽ ഇത്തരത്തിലുള്ള മുറികൾ കാണപ്പെടുന്നുണ്ട്. ഗുഹ കൊത്തിയുണ്ടാക്കിയ വീട് പോലെയുള്ള രൂപങ്ങൾ കാണപ്പെടുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. വളരെയധികം ഉണ്ട്. കുറേയധികം ക്വസ്റ്റ്യനും വരാൻ സാധ്യതയുണ്ട്. ഒക്കെ നന്നായിട്ട് പഠിക്കുക. താങ്ക്സ്.